പ്രിയമുള്ളവരെ നമസ്കാരം. ആക്ടർ ജയന്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആൾക്കാരടുത്ത് പറയാനുള്ളത് 6-ാം തീയതി ഉറപ്പിച്ചിരിക്കുകയാണ്. ഒന്നും കൂടി പറയാണ്, ഒരുപാട് ആൾക്കാർ വേറെ വീഡിയോക്കൊക്കെ കമന്റ് ഈ വീഡിയോ ആണ് ഇരുന്നത്. അതിനോടൊപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സംഭവം പറയുന്നത് നമ്മുടെ ജാസിയും ആഷിയും അടിച്ച് പിരിഞ്ഞു. ഒരു മീൻകറിക്ക് എരിവ് കൂടിയതിൻ്റെ പ്രശ്നത്തിലാണ് അവന്മാർ അടിച്ചു പിരിഞ്ഞു. ആഷിക്കടിച്ചു, ആഷി ജാസിക്കടിച്ചു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസൊക്കെ നടക്കുന്നുണ്ട്. കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഒരു ഭാഗത്ത് നല്ല ആൾക്കാർ, ഒരു ഭാഗത്ത് ജാസിങ്ങനത്തെ ചീത്ത ആൾക്കാർ, ആണോ അല്ല പെണ്ണോ അല്ലാണ്ട് സ്വയം അഭിനയിക്കുന്ന ഒരു ആൾക്കാർ. അതിനോടൊപ്പം അവൻ ആണയാ കെറ്റാ കുഴപ്പമില്ല എന്ന് പറയുന്ന കുറേ ചർച്ചകളും എന്തൊക്കെയാണ്. കേരളത്തിന് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിലൊക്കെ എന്ത് പറയാനാ, എല്ലാം പോയി എന്നും പറയാം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനിച്ചിരിക്കും. നമ്മൾ അഭിമാനം കൊണ്ട് നമ്മൾ യുവമാരെ പറഞ്ഞാണ് അവമാനം കൊള്ളണം എന്നുള്ളൊരു വിഷയം കൂടി ഞാൻ അവിടെ നിങ്ങളെല്ലാവർക്കും ഓർമ്മപ്പെടുത്താണ്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, കേരളത്തിലെ ജനങ്ങൾ ഞാൻ പറയാ, ഇങ്ങനൊരു ആണും പെണ്ണാറ്റും ഒരിക്കലും കഴിയല്ലെന്ന് പറഞ്ഞ് ഇപ്പൊ അവസാനം അടിച്ചു പിരിഞ്ഞു. അതൊരു ന്യൂസ് ആയിട്ട് മാറി. യുവമാർക്ക് വൈറലാവണം. ബാക്കി എന്തൊക്കെ വഴികളുണ്ട്. യുവമാർ സ്വന്തം ശരീരത്തിനെ പറ്റി വൈറലാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ വേശ്യയിലിറങ്ങുന്നത് ഒരു ഇരുട്ടിന്റെ മറയിലോട്ടാണ്. യവന്മാർ പബ്ലിക്കിലോട് തുണിയെത്തി കാണിക്കുന്നത് എത്ര നല്ലതാണ്. ആ തുണിയെത്തി കണ്ട ആ പെണ്ണിന്റെ അതും ഒരു വർഷം പോയി എന്ന് പറയുന്ന പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം. കേരളത്തിൽ നിന്ന് പുറത്താക്കണം. ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം. ഇന്ത്യൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമൊക്കെ നമ്മളാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. പാരമ്പര്യമായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ പിന്നെ ഒരുപാട് ആൾക്കാരും പരസ്യം ഉണ്ടാക്കി വെച്ച ഒരു കേരളത്തിന്റെ പാരമ്പര്യത്തിനെ അടിച്ചൊഴിപ്പിക്കുന്ന എന്ന് എനിക്ക് ഈ വേലയിൽ പറയാനുള്ളത്. അവന്മാരൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ച്, നാടിന് വേണ്ടി ജീവിച്ച്, ഒരുപാട് നമ്മൾ ജന്മം കഴിഞ്ഞാൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ആൾക്കാർ ജീവിക്കണം. അന്നും പറയണം കേരള ഈസ് നമ്പർ 1, കേരള ഈസ് ഗുഡ് എന്ന് പറയിപ്പിക്കണം. ഇന്ന് അന്യ സംസ്ഥാനക്കാരൊക്കെ മുമ്പ് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ കേരളത്തിനെ ഇപ്പോ തള്ളിപ്പറയാണ്. കാരണം പറഞ്ഞാൽ ഈ ജാസിയും ആഷുമാണ്, പെണ്ണാണ് ആണാണ് പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോശമായ കാര്യങ്ങളാണ് ഇവിടെ കേരളത്തിനെ പറ്റി പറയുന്നത്. അത് കേരളക്കാരനായ എനിക്ക് വല്ലാത്ത വിഷമുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കും, ഒരുപാട് സെലിബ്രിറ്റിക്കാർക്കും, മമ്മൂട്ടിക്കും, മോഹൻലാലിനും, സുരേഷ് ഗോപിക്കും, ജയറാമിനും, പൃഥ്വിരാജിനും, ദിലീപിനും ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവർ വേദിയിൽ പറയുന്നില്ല. ഞാൻ ഈ വേദിയിൽ പറഞ്ഞു. അതാണ് പ്രശ്നം. ഇതിന് നാളെ എനിക്കായിട്ട് കേസ് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ സ്വന്തം ശരീരമില്ല, എൻ്റെ സ്വന്തം ജീവനില്ല. എനിക്ക് വേണ്ടത് കേരളമാണ്, കേരളത്തിൽ ജനാണ്, കേരളത്തിന്റെ വിശ്വാസങ്ങളാണ്, കേരളത്തിന്റെ ഒരു രേറ്റാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മാക്സിമം ആൾക്കാരൊക്കെ ജാസിനെ അടിച്ചൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചേരണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.